ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു പരിപ്പും കത്തിരിക്കയും വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് പരിപ്പ് കുറച്ച് സമയം കുതിരാൻ വെച്ചതിന് ശേഷം നല്ലതുപോലെ കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നെകക്ക വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ആ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പരിപ്പ് വേവണ സമയത്ത് തിളച്ച് ചാടാണ്ടിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ 2 തക്കാളിയാണ്, മീഡിയം സൈസിലുള്ള 2 തക്കാളിയെ. അപ്പോൾ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചെറിയ പീസായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 5 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒരു ചട്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 കത്തിരിക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു കത്തിരിക്കയുടെ കൂടെ തന്നെ കുറച്ച് ഉപ്പും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. ഇതേപോലെ ഒരു ഉപ്പും മുളകൊക്കെ ചേർത്ത് നമ്മൾ ആ ഒരു കത്തിരിക്ക ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം കറിയിൽ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഒരു കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇത് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടിരുന്ന ആ ഒരു കത്തിരിക്കയില്ലേ, അത് നല്ലോണം നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഉപ്പും മുളകൊക്കെ പിടിച്ച് വെന്ത് ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കൂടി കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാവേ. പിന്നെ ഞാൻ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സവാളയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം നമുക്കൊന്ന് മാറ്റി ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് സവാള നമുക്ക് പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന തക്കാളിയിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശം കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ മിക്സാക്കി കൊടുത്തിട്ട് ആ ഒരു വെള്ളം കൂടി നമുക്ക് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചേർത്തിരുന്ന ഒരു തക്കാളി പേസ്റ്റിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് എരിവിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ വരാൻ പാകത്തിന് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണൊക്കെ വരാൻ പാകത്തിന് സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. പിന്നെ പരിപ്പ് ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കായ്പ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇതേപോലെ ഒരു പൊടിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കണം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളിയുടെ അളവ് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഒരു മസാല മിക്സാക്കി എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പൊടികൾ ഉപ്പും മുളകും ഒക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കത്തിരിക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. കത്തിരിക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ പരിപ്പ് ചേർക്കാണ്ട് ഈ ഒരു രീതിക്കാണെങ്കിൽ നമ്മുടെ ഒരു കറിയില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനേ. അപ്പോൾ ഇനി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താലേ പരിപ്പും കത്തിരിക്കയും വെച്ച് റെഡിയാക്കിയിട്ടുള്ള നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു പരിപ്പും കത്തിരിക്കയും വെച്ചിട്ടുള്ള ഒരു കറിയില്ലേ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രൈ ആൻഡ് ടേസ്റ്റ് ഇവിടുന്ന് ചാനലിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യണേ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വാസത്തിലേ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.